Good morning to one and all. Today we are going to discuss a new topic from the chapter Stereochemistry, that is optical isomerism. So what is optical isomerism? Optical isomerism is a type of stereoisomerism in which the isomers resemble in most of their properties but differ in their behavior towards plane polarized light. Or we can say it is a type of stereoisomerism in which the isomers resemble in most of their properties but differ in their optical properties. അതായത് ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സ്റ്റീരിയോ ഐസോമെറിസം in which they have almost similar in properties but they differ only in their behavior towards plane polarized light അല്ലെങ്കിൽ optical properties. എന്താ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒക്കെ നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസിൽ അല്ലെങ്കിൽ ബിഹേവിയർ ടുവേർഡ്സ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൽ അവിടെ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ, ബാക്കി എല്ലാവരുടെയും മോസ്റ്റ് ഓഫ് ദ പ്രോപ്പർട്ടീസ് ആർ സിമിലർ. അങ്ങനെയുള്ള സ്റ്റീരിയോ ഐസോമെറിസത്തിനാണ് നമ്മൾ ഒപ്റ്റിക്കൽ ഐസോമെറിസം എന്ന് പറയാം. Then, the essential condition for showing optical isomerism is chirality. What is chirality? A non-superimposable mirror image ആയിരിക്കണം അവർക്ക് കിട്ടുക. അതായത് കൈറാൽ ഓർ ഡിസിമെട്രിക് മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ വൺ വിച്ച് ഗീവ്സ് നോൺ സൂപ്പറിമ്പോസിബിൾ ഓൺ ഇറ്റ്സ് മിറർ ഇമേജ് ആൻഡ് ഡസ് നോട്ട് ഹാവ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. ഒരു കൈറാൽ മോളിക്യൂൾ എന്ന് പറയുന്നത് അതിൻ്റെ മിറർ ഇമേജിനോട് നോൺ സൂപ്പറിമ്പോസിബിൾ ആയിരിക്കണം. Like our hands, example ആണ് like our hands, and it should not have a plane of symmetry. Then a chiral carbon atom is a carbon atom in which it is bonded to 4 different atoms or groups. അതിനെയാണ് നമ്മൾ chiral center അല്ലെങ്കിൽ chirality center എന്ന് പറയുന്നത്. Some molecules containing a chiral center are shown below. അതായത് chiral centersൻ്റെ കുറച്ച് എക്സാമ്പിൾ ആണ് തന്നിരിക്കുന്നത്. First one 2-bromobutane, then hexane 3-ol, 2-methyl pentanoic acid. ഇവിടെ ഈ കൈറാൽ കാർബൺ ആറ്റം 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫിഷർ പ്രൊജക്ഷൻ. ഫിഷർ പ്രൊജക്ഷൻ യു ഹാവ് സ്റ്റഡീഡ് ഏർലിയർ. ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് 3-dimensional സ്ട്രക്ചർ ഓൺ എ 2-dimensional സർഫസ്. അതായത് 3-dimensional സ്ട്രക്ചർ നമ്മൾ 2-dimensionally ലൈൻസ് യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫിഷർ പ്രൊജക്ഷൻ എന്ന് പറയുക. ഷോർട്ടായി പറയുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻസ് യൂസ് ചെയ്ത് നമ്മളൊരു മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഈ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ലൈൻ ജോയിൻ ചെയ്യുന്ന മിഡ് പോയിൻ്റാണ് കൈറാൽ സെൻറ്റർ. ബാക്കി സ്ഥലത്തൊക്കെ നമ്മൾ അതിൻ്റെ സബ്സ്റ്റൻസിന് വെച്ച് ഒരു മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ് ഏർലിയർ. ഫോർ എക്സാമ്പിൾ യു ക്യാൻ ടേക്ക് 2-bromobutane ആസ് ആൻ എക്സാമ്പിൾ. യു ഷുഡ് ബി തെറോ അബൌട്ട് ഫിഷർ പ്രൊജക്ഷൻ. കാരണം ഈ ചാപ്റ്ററിൽ ഇനി ബാക്കിയെല്ലാം നമ്മൾ ഈ ഫിഷർ പ്രൊജക്ഷനിലൂടെയാണ് ഒരു മോളിക്യൂൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇഫ് ദർ ഈസ് ഓൺലി വൺ കൈറാൽ സെൻറ്റർ, the molecule will be chiral. However, if a molecule may contain more than one chiral center, many are chiral but all of them are not chiral. This means that more than one chiral center can be achiral. So, the presence or absence of a chiral center is not a criterion for chirality, but the presence of chirality is a criterion for optical isomerism. ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഒരു കൈറാൽ സെൻറ്റർ ഉണ്ട് എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലും അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവില്ല. കൈറാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് ഒപ്റ്റിക്കൽ ഐസോമെറിസം കാണിക്കുള്ളൂ. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞ എന്താ വെച്ചാൽ എന്താണ് ഒപ്റ്റിക്കൽ ഐസോമെറിസം, ഡിഫർ ഇൻ ദെയർ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് എസെൻഷ്യൽ കണ്ടീഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. Then the main point is the presence or absence of a chiral center is not a criterion for chirality. Presence of chirality is a criterion for optical isomerism. Then our next topic is enantiomerism. What is enantiomerism? Stereoisomers which are related to each other as object to its non-superimposable mirror image and rotate the plane of plane polarized light to equal extent but in opposite directions are called enantiomers or enantiomorphs, and the phenomenon is known as enantiomerism. And the enantiomer which rotate the plane of plane polarized light to the right is said to be dextrorotatory and to the left is said to be levorotatory. അതായത് സ്റ്റീരിയോ ഐസോമേഴ്സ് വിച്ച് ആർ നോൺ സൂപ്പറിമ്പോസിബിൾ മിറർ ഇമേജ്, and then they can rotate the plane of polarized light
to equal extent but in opposite direction. അവരെയാണ് നമ്മൾ എനാൻഷ്യോമേഴ്സ് ആൻഡ് ദ ഫിനോമിനൻ ഈസ് എനാൻഷ്യോമെറിസം. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജും ആയിരിക്കും. അവർക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് പറയും. ടു ദ ലെഫ്റ്റ് ആണെങ്കിൽ ലീവോ റൊട്ടേറ്ററി എന്ന് പറയും. എനാൻഷ്യോമർ ഓഫ് 2-butan-2-ol is given in the slide. So enantiomer have almost identical physical and chemical properties, but due to the difference in their behavior towards plain polarized light, they may differ in reaction rate, crystal shape, biological activity, etc. Then an equimolar mixture of two enantiomer of a substance is known as racemic mixture or racemic modification or the DL form of a substance. അതായത് ഈ ഡി ഫോമിൻ്റെയും എൽ ഫോമിൻ്റെയും ഇക്യുമോളിക്കുലാർ മിക്സ്ചറിനെയാണ് നമ്മൾ റെസിമിക് മിക്സ്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ഡ്യൂ ടു എക്സ്റ്റേണൽ കോമ്പൻസേഷൻ ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽ എനാൻഷ്യോമസ്. അതായത് ഈ റെസിമിക് മിക്സ്ചർ എന്ന് പറയുന്നത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ് ഡ്യൂ ടു എക്സ്റ്റേണൽ കോമ്പൻസേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ ബ്യൂട്ടാൻ-2-ഓളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് ദ ഡി ഫോം ഈസ് ക്യാൻസൽഡ് ഔട്ട് ബൈ optical rotation by L form. This is known as the external compensation of the rotation of individual enantiomers. And by using suitable methods, it is possible to separate a racemic mixture into its D and L form, and this process is known as resolution of a racemic mixture. Next topic is diastereoisomerism. A chiral compound can have a maximum of 2n stereoisomers, where n is a number of chiral center. അതായത് ഒരു കോമ്പൗണ്ട് എടുത്തു, അത് കൈറാൽ കോമ്പൗണ്ടാണ്. ആ കൈറാൽ കോമ്പൗണ്ട് എത്ര സ്റ്റീരിയോ ഐസോമറിസം കാണിക്കുന്നുള്ളത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 2n, where n is the number of chiral center. For example, consider 3-chloro-butan-2-ol. 2 കൈറാൽ സെൻറ്റർ ഉണ്ട്. സോ ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് 4 സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ പോസിബിൾ. 4 stereo isomers can be seen in the slide. The stereo isomers 1 and 2 and 3 and 4 are non-superimposable mirror images of each other. So they are called enantiomers. Enantiomers we have studied the last slide. 1, 2, 3, 4 അവർ രണ്ടുപേരെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദേ ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അതൊന്നാണ് എനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ 1 and 2 എനാൻഷ്യോമേഴ്സിൽ സിമിലർ ഗ്രൂപ്പ് ക്യാൻ ബി ഒബ്സർവ്ഡ് ഓൺ ദ സെയിം സൈഡ് ഓഫ് കാർബൺ ചെയിൻ. ദേ ആർ നോൺ ആസ് എറിത്രോ ഐസോമേഴ്സ്. And in the stereoisomers 3 and 4, similar groups can be seen in the opposite side. They are known as thioisomers. So 2 terms നമ്മളിവിടെ പഠിച്ചു. Erythroisomers, thioisomers, they are important. Then consider stereoisomer 1, 3. They are isomers of the same compound, but they are not mirror images. So the stereoisomers which are not mirror images of each other are called diastereoisomers or diastereomers. So the example for diastereomers are 1 and 3, 1 and 4, 2 and 3 and 2 and 4. Diastereomers differ in their physical properties like melting point, boiling point, etc., and they may also have different chemical properties. Example for a diastereomer is mesotartaric acid, which we will study in later in detail. So enantiomer and diastereomer are important. Enantiomers are non-superimposable mirror images of a same compound, and they can rotate the plane polarized light. Where diastereomers are not mirror images of each other. Next one, optical isomerism of compounds with one chiral center. Optical isomerism of lactic acid. Lactic acid is 2-hydroxypropanoic acid. Consider the enantiomers of lactic acid is given in the slide. So the lactic acid has one chiral center. So 2 stereoisomers are possible.
which are non-superimposable mirror images, and they are known as enantiomers. And D-lactic acid and L-lactic acid can be seen. D-lactic acid, because this compound can rotate the plane polarized light into right, or L-lactic acid can rotate the plane polarized light into left. And the equimolecular mixture of D and L form is known as racemic lactic acid or DL lactic acid, and we have already told that the compound is optically inactive due to external compensation of the optical rotations of individual enantiomers. That is, optical rotation of D lactic acid is cancelled out by optical rotation by lactic acid, so it is optically inactive. And by using suitable methods, we can separate D and L form, and it is known as resolution. Next one, optical isomerism of glyceraldehyde. Glyceraldehyde is 2,3-dihydroxypropanol. Like above, glyceraldehyde has one chiral center and it shows optical isomerism. Two stereoisomers are possible and they are non-superimposable mirror images, so they are known as enantiomers. D-glyceraldehyde and L-glyceraldehyde can be observed, and the equimolecular mixture of two are known as racemic glyceraldehyde, and it is optically inactive. Using suitable method, we can separate the racemic mixture into D and L form, which is known as resolution. Next topic, optical isomerism of compounds with two chiral centers. First of all, we study optical isomerism of tartaric acid. The structural formula of tartaric acid is given below. Two chiral centers can be seen. So according to the formula, we can have 4 stereoisomers. Consider the fourth structure. On rotating the fourth structure with 180 degree, we can obtain the third structure. We can obtain a similar structure similar to third one. So tartaric acid has no 4 stereoisomers, it has 3 stereoisomers. Then stereoisomers of tartaric acid is given. D tartaric acid, rotate the plane polarized light to right, or L tartaric acid, rotate the plane polarized light to left. And the D and L form has no plane of symmetry, so it is optically active because optical rotation of lower half is strengthened by optical rotation by upper half. Then the third one is mesotartaric acid, and we can see a plane of symmetry. So due to the presence of the plane of symmetry, it is optically inactive due to internal compensation. Internal compensation means optical rotation due to lower half is compensated due to upper half in opposite direction. So in mesotartaric acid, D and L form can be seen, and they are optically active because optical rotation of lower half is strengthened by upper half, but mesotartaric acid has a plane of symmetry, so it is optically inactive. And we can say racemic or DL tartaric acid is an equimolecular mixture of D and L form, and is optically inactive due to external compensation. Mesotartaric acid is not a mirror image of either D or L tartaric acid, so it can be called as a diastereomer. Then we can generalize some points about meso compound. If a compound, despite the presence of 2 or more chiral centers in its molecule, is achiral due to the presence of plane of symmetry and thereby optically inactive due to internal compensation, it is called meso compound. അതായത് ഒരു കോമ്പൗണ്ടിൽ 2 അല്ലെങ്കിൽ മോർ ദാൻ 2 chiral centers ഉണ്ടെങ്കിൽ പോലും അവർ അക്കൈറാലാവും ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പ്ലെയിൻ ഓഫ് സിമെട്രി. അപ്പോൾ പ്ലെയിൻ ഓഫ് സിമെട്രി ഉള്ളതുകൊണ്ട് അവർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് പോവാം. ഇങ്ങനെയുള്ള കോമ്പൗണ്ടിനെയാണ് നമ്മൾ മീസോ കോമ്പൗണ്ട് എന്ന് പറയാം. And the internal compensation refers to the exact compensation of optical rotation due to lower half of a molecule by that due to upper half in opposite direction. Whenever a compound has 2 chirality center, and if the 4 groups at bonded to one are identical to the 4 groups bonded to the other, then it will have only 3 stereoisomers, namely a pair of enantiomers and a meso compound. Mesotartaric acid is a diastereomer. അപ്പോൾ നമുക്ക് 2
മെയിൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ 2 മെയിൻ പോയിൻറ്റ്സ് നമുക്ക് ഇരുന്ന് ജനറലൈസ് ചെയ്യാൻ പറ്റും. ഒന്നിൽ കൂടുതൽ കൈറൽ സെൻറ്റർ ഉണ്ടെങ്കിൽ പോലും പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ ആ കോമ്പൗണ്ട് എന്താവും, ഇനാക്റ്റീവ് ആവും, ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവും. അങ്ങനെയുള്ള കോമ്പൗണ്ടിനാണ് മീസോ കോമ്പൗണ്ട് എന്ന് പറയാം. ഇനി ഒരു കോമ്പൗണ്ടിന് 2 കൈറാലിറ്റി സെൻറ്റർ ഉണ്ടെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിന് 4 ഗ്രൂപ്പ്സ് ബോണ്ട് ചെയ്യുമല്ലോ. ഈ 4 ഗ്രൂപ്പ്സ് ബോണ്ടഡ് ടു 4 ഗ്രൂപ്പ്സ് ഒരു കാർബൺ ബോണ്ട് ചെയ്തിട്ടുണ്ട്. വേറെ കാർബണിന് ബോണ്ട് ചെയ്ത 4 ഗ്രൂപ്പ്സും സിമിലർ ആണെങ്കിൽ അവർക്ക് 3 സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ടാവുള്ളൂ. എ പെയർ ഓഫ് എനാൻഷ്യോമേഴ്സ് ആൻഡ് എ മീസോ കോമ്പൗണ്ട്. ആൻഡ് as we have told already, mesotartaric acid is a diastereomer. Last topic, optical isomerism of aldotetrosis. Aldotetrosis, erythros and threos can be seen. Their structural formula is given. There are 2 chiral centers, so 4 stereoisomers are possible, a pair of erythros and a pair of threos. We have studied what is erythros and threos. In erythros, similar groups can be observed on the same side of carbon chain, and in threos, similar groups can be observed on the opposite side of a carbon chain. An equimolecular mixture of D and L erythros yield optically inactive racemic erythros, while the other one is racemic threos. അപ്പോൾ മിക്സ്ചർ ഓഫ് ഡി എറിത്രോസും എൽ എറിത്രോസിനെയും നമ്മൾ റെസിമിക് എറിത്രോസ് എന്ന് പറയുന്നു. ഇക്വിമോളിക്കുലർ മിക്സ്ചർ ഓഫ് ഡി ത്രയോസും എൽ ത്രയോസിനെയും നമ്മൾ റെസിമിക് ത്രയോസ് എന്ന് പറയുന്നു. ഇനി എനാൻഷ്യോമർ ഓഫ് എറിത്രോസ് ആൻഡ് എനാൻഷ്യോമർ ഓഫ് ത്രയോസ് വിൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ പെയർ ഓഫ് ഡയസ്റ്റീരിയോമർ. അതായത് എറിത്രോസിൻ്റെ ഒരു എനാൻഷ്യോമറും ത്രയോസിൻ്റെ ഒരു എനാൻഷ്യോമറും കൂടെ കമ്പൈൻ ചെയ്യുക. എല്ലാവരും രണ്ടുപേരും കൂടെ കമ്പയർ ചെയ്താൽ നമുക്കൊരു ഡയസ്റ്റീരിയോമർ ആയിരിക്കും കിട്ടുക. So I thought you have understood all the topics. Thank you.